നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ PGIMERൽ BSc നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു ഡെമോ വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ. അപ്പം ആദ്യം നമ്മൾ ഗൂഗിളിൽ ഇതുപോലെ PGIMER വെബ്സൈറ്റ് സെർച്ച് ചെയ്യുക. അതിനുശേഷം ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ PGIMER എന്ന് പറയുന്ന ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു പേജാണ് ഓപ്പൺ ആകുന്നത്. PGIMERൻ്റെ വെബ്സൈറ്റാണിത്. അപ്പോൾ നിങ്ങളുടെ ഫോണിലാണ് നിങ്ങൾ നോക്കുന്നത് എങ്കിൽ അത് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ ഫോം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കില്ല. അക്ഷയ വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഫോണിൽ കൂടി ചെയ്യുന്നതിലും നന്നായിട്ട് നമുക്ക് അക്ഷയ വഴി ചെയ്യുന്നതാണ് നല്ലത്. ഡോക്യുമെൻറ്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അക്ഷയ വഴി ചെയ്യണം. അപ്പോൾ ഇതുപോലെ ഹോം പേജിലേക്ക് ചെന്ന് കഴിയുമ്പോൾ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്യുക. സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഏറ്റവും താഴെയായിട്ട് കുറേ ഓപ്ഷൻ, ഇവിടെ ഇൻഫർമേഷൻ ഫോർ കാൻഡിഡേറ്റ്, ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇൻഫർമേഷൻ ഫോർ കാൻഡിഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോൾ വ്യൂ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കുറേ ഓപ്ഷൻസാണ് വരുന്നത്. അതിൽ ഏറ്റവും താഴെയായിട്ട് അഡ്മിഷൻ നോട്ടീസ് BSc നഴ്സിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ന്യൂ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആകുന്നത്. ഇതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ഫോർ നോട്ടീസ് എന്നും ക്ലിക്ക് ഹിയർ ഫോർ BSc നഴ്സിംഗ് 4 years എന്നും അതുപോലെ ക്ലിക്ക് ഹിയർ ഫോർ BSc നഴ്സിംഗ് പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുക്കുന്ന മെയിൽ ID-യിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഫോൺ നമ്പറിലെ മെയിൽ ID-യിലേക്ക് ഒരു UPI ID-യും അതുപോലെ പാസ്വേഡും വരും. ആ പാസ്വേഡ് ഉപയോഗിച്ചാണ് നമ്മൾ പിന്നെ ലോഗിൻ ചെയ്തിട്ടാണ് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഹോം പേജിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് ആപ്ലിക്കേഷൻ ഫോം ഓപ്പണായി വരികയുള്ളൂ. അതിനുശേഷം മാത്രമേ അപ്ലൈ ചെയ്യുവാനായിട്ടുള്ള കാര്യങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലിക്ക് ഹിയർ ഫോർ BSc നഴ്സിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലൊരു പേജാണ് ഓപ്പൺ ആകുന്നത്. അതിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ മുകളിലായിട്ട് രജിസ്റ്റർ എന്നും ലോഗിൻ എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്യാനുള്ളവർ ആദ്യമായിട്ട് ചെയ്യുന്നവർ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഓൾറെഡി രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരാണെങ്കിൽ ലോഗിൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ UPI ID-യും പാസ്വേഡും കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകുമ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ രജിസ്റ്റർ എന്നുള്ള ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ ഇവിടെ ടു രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫോം ഫില്ല് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഡൗൺലോഡ് അനക്ഷറുണ്ട്. ഓൾറെഡി രജിസ്റ്റേർഡ് ആൾക്കാരാണെങ്കിൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പം ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ളവരാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ഹിയർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് അത് ലോഡായിട്ട് വരുന്നുണ്ട്. ഇത് ഡെസ്ക്ടോപ്പ് മോഡിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫോണിലൂടെ ഇത് കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുമ്പായിട്ട് ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പ്ലീസ് റീഡ് ദ പ്രോസ്പെക്ടസ് കെയർഫുള്ളി ബിഫോർ രജിസ്ട്രേഷൻ. ഫിൽ ഇൻ ദ ഡീറ്റെയിൽസ് ആൻഡ് ക്ലിക്ക് ഓൺ രജിസ്റ്റർ ടു പ്രൊസീഡ്. ആഫ്റ്റർ സക്സസ്ഫുൾ രജിസ്ട്രേഷൻ യു വിൽ റിസീവ് യൂസർ ID ആൻഡ് പാസ്വേഡ് ടു ദ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ID. ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പറിലേക്ക് ഒരു UPI ID-യും പാസ്വേഡും വരും. അത് ഉപയോഗിച്ചാണ് പിന്നെ ലോഗിൻ ചെയ്ത് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്. ലോഗിൻ ലിങ്ക് വിൽ ബി സെൻഡ് ടു ദ രജിസ്റ്റേർഡ് ഇമെയിൽ ID. ലോഗിൻ ലിങ്ക് നമ്മുടെ രജിസ്റ്റേർഡ് ഇമെയിൽ ID-യിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന ഫോൺ നമ്പർ എപ്പോഴും യൂസ് ചെയ്യുന്ന ഫോൺ നമ്പർ, അതായത് അഡ്മിഷനൊക്കെ ക്ലോസ് ചെയ്യുന്നത് വരെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഫോൺ നമ്പറിലെ ഇമെയിൽ ID വേണം കൊടുക്കാനായിട്ട്. കൊടുക്കുമ്പോൾ ഫോൺ നമ്പരും അതുപോലെ ഇമെയിൽ ID-യും തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് കൊടുക്കണം. പിന്നീട് അത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, രജിസ്റ്റർ ചെയ്യുന്ന സമയത്തും അപ്ലൈ ചെയ്യുന്ന സമയത്തും കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അപ്പം കറക്റ്റായിട്ടുള്ള വാലിഡായിട്ടുള്ള ഒരു ഫോൺ നമ്പരും അതിലെ ഇമെയിൽ ID-യും വേണം കൊടുക്കാൻ. അതിലേക്കാണ് പിന്നീടുള്ള മെസ്സേജുകളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തതിന് ശേഷം ക്ലിക്ക് ഓൺ ടു ദ ലോഗിൻ ലിങ്ക്. രജിസ്റ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്ന് കൊടുത്തിരിക്കുന്ന ഓപ്ഷനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആവും.
അതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഫീസ് വൺസ് ഡിപ്പോസിറ്റഡ് കാനോട്ട് ബി റീഫണ്ടഡ് ഇൻ എനി സർക്കംസ്റ്റാൻസ്. അതായത് അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ടബിൾ അല്ല, ഒരു കാരണവശാലും അത് നമുക്ക് തിരികെ ലഭിക്കുന്നതല്ല. അപ്പോൾ ഇതൊക്കെ വായിച്ചതിന് ശേഷം താഴെ ക്ലോസ് എന്നുള്ളൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലോസ് ചെയ്ത് കഴിയുക. അത് കഴിയുമ്പോൾ വീണ്ടും അതിൻ്റെ താഴെ കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുത്തേക്കുന്നത്. ഇതിനകത്ത് കൊടുത്തേക്കുന്നത് കാൻഡിഡേറ്റ് നെയിം വിൽ ബി ക്യാപ്ചർ ടു വെരിഫൈ ദ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡഡ് ടു ചെക്ക് ദ അപ്ലിക്കൻസ് എലിജിബിലിറ്റി ഫോർ അതായത് പ്രോസ്പെക്ടസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങളിത് കറക്റ്റായിട്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ കറക്റ്റാണോ എന്ന് അറിഞ്ഞതിന് ശേഷമാണ് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതൊക്കെ വായിച്ചതിന് ശേഷം ഐ എഗ്രി എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പേജ് ഓപ്പൺ ആയിട്ട്, ആപ്ലിക്കേഷൻ പേജ് അല്ല, രജിസ്റ്റർ ചെയ്യാനുള്ള പേജാണ് ഓപ്പൺ ആകുന്നത്. ഇവിടെ നിങ്ങൾ നെയിം ഓഫ് ആപ്ലിക്കൻറ്റ്, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ്, ഡേറ്റ് ഓഫ് ബർത്ത് പ്രോസ്പെക്ടസിൽ പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം. അതിനെക്കുറിച്ച് നമ്മുടെ മുൻപ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ജെൻഡർ, മൊബൈൽ നമ്പർ വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ ആ മൊബൈൽ നമ്പറിന് തന്നെ ഇമെയിൽ ID, അതെല്ലാം കൊടുത്തതിന് ശേഷം ഡിക്ലറേഷനും ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന ഈ ക്യാപ്ചയും കൊടുത്ത് വെരിഫൈക്ക് വേണ്ടി കൊടുക്കണം. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ വെരിഫൈ ചെയ്യാനായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കിന് ഒരു യൂസർ ID യും പാസ്വേഡും നിങ്ങളുടെ ആ ഇമെയിൽ ID വരും. അത് ഉപയോഗിച്ചാണ് വീണ്ടും നിങ്ങൾ ലോഗിൻ ചെയ്യേണ്ടത്. അപ്പോൾ ലോഗിൻ ചെയ്യാനുള്ള ഈ പേജ് ക്ലോസ് ആയി കഴിയുമ്പം അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ലോഗിൻ എന്ന് പറയുന്ന ഈ ഓപ്ഷന് ക്ലിക്ക് ചെയ്യണം. യൂസർ ID യും പാസ്വേഡും ലഭിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു പേജാണ് വരുന്നത്. ആ പേജിൽ നിങ്ങളുടെ മൊബൈലിലേക്ക് വന്ന യൂസർ ID യും പാസ്വേഡും ഇതുപോലെ ക്യാപ്ചയും കൊടുത്ത് ലോഗിൻ ചെയ്യണം. അപ്പോൾ ലോഗിൻ ചെയ്യുമ്പോൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ ഫോമാണ് ഓപ്പൺ ആകുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധാപൂർവ്വം ഫില്ല് ചെയ്യണം. JEE നേഴ്സിങ്ങിൻ്റെ ഫീസും അതുപോലെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് ഇതിനു മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കണം. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് ആവശ്യമായ ഡോക്യുമെൻറ്റ്സുകളൊക്കെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫോർമാറ്റൊക്കെ നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, JEE പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫില്ല് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്.